ഒക്കെ കണ്ടോ? Caught on camera. Yeah. ലോ ടൈഡ് ആയത് കാരണമാണ് നമ്മളിപ്പോ ഇങ്ങനെ നടന്നു പോകുന്നത്. കാരണം ലോ ടൈഡ് ആയതുകൊണ്ട് ബോട്ടിന് അതുവരെ പോകാൻ പറ്റത്തില്ല. ബട്ട് നമ്മൾ കേറിയ സമയത്ത് നമ്മൾ ഇവിടുന്ന് തന്നെയാണ് കേറിയത്. കാരണം അപ്പൊ ഹൈ ടൈഡ് ആയിരുന്നു. അപ്പൊ ഇപ്പൊ വെള്ളം ഇറങ്ങിയല്ലോ. എക്സാക്ട്ലി. നമ്മൾ വന്നപ്പോ നമുക്ക് താമസിക്കാനുള്ള വില്ലയുടെ മുമ്പിൽ എഴുതി വെച്ചേക്കാം കുമാർസ് ഹൗസ്. എന്റെ പേരില്ല, കൃഷ്ണകുമാറിന്റെ കുമാർ എടുത്തിട്ട് ആ കുമാർ വെച്ചിട്ടാണ് കുമാർസ് ഹൗസ്. ഇത് കാണുന്ന കിച്ചു കിച്ചുവിന് സ്വയമേ പേരിൽ കുമാർ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കാറ് പോലുമില്ല. സോ ദിസ് ഇസ് എ ബ്യൂട്ടിഫുൾ വില്ല വേ വി സ്റ്റേഡ്. പ്രത്യേകത ഇവിടുത്തെ എല്ലായിടത്തും ചെമ്പകപ്പൂവിന്റെ ഒരു കുഞ്ഞി ടൈല് പോലത്തെ ഒരു ഇംപ്രഷൻ എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. എല്ലായിടത്തും തറയിലും പൈപ്പിന്റെ അവിടെയും ചൂടുവെള്ളത്തിന് പിങ്ക് കളറും തണുത്ത വെള്ളത്തിന് ബ്ലൂ കളറും അങ്ങനെ എല്ലായിടത്തും ഓരോ ചെമ്പകമുണ്ട്. നമ്മുടെ വില്ല മുകളിലൊരു റൂം. നാൻസു താക്കോൽ. ആൻഡ് താഴെ ഒരു റൂം. താഴത്തെ ഇച്ചിരി കൂടെ വലിയ റൂമാണ്. ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ, നമ്മുടെ പേഴ്സണൽ സ്വിമ്മിംഗ് പൂളാണിത്. ഇന്നലെ ഞാനും ഇഷാനിയും കുറേ നേരം ഇതിൽ കിടന്ന് കളിച്ചു. നല്ല രസമായിരുന്നു. ഇതാണ് ആ റൂം. ഇതാണ് നമ്മള് അവിടെയാണ് നമ്മളിപ്പോ പോയതും വന്നതും എല്ലാം. ഇപ്പൊ കളർ മാറി കേട്ടോ. രാവിലെ ബ്ലൂ ആൻഡ് ഗ്രീൻ ഒരു ഷെയ്ഡ് കിടക്കുമായിരുന്നു. അപ്പൊ അയ്യോ കടലിലൊക്കെ പോയി ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കാത്തതൊക്കെ ചെയ്തിട്ട് തിരിച്ചെത്തി. അപ്പൊ കുളിക്കാൻ ഞാൻ പോവാണ്. ഇനി മുടി രാവിലെ കുളിച്ചതാ, ഷാമ്പൂ കണ്ടീഷണർ എല്ലാം ഇട്ട് കുളിച്ചതാ. അതെല്ലാം ഉപ്പുവെള്ളത്തിൽ ഇറങ്ങി ചപ്പട്ടയായി. ഇനി ഒന്നുകൂടെ എണ്ണയൊക്കെ ഇട്ട് നല്ല കുളിച്ച് റെഡി ആയിട്ട് വേണം ലഞ്ച് കഴിക്കാൻ പോകാൻ. അപ്പൊ നമുക്ക് ഇന്നലെ കിട്ടിയ കുറേ ക്വസ്റ്റ്യൻസ് ഒരു ക്വസ്റ്റ്യൻ ഒന്നങ്ങ് ആൻസർ ചെയ്താലോ.